മധ്യ കേരളത്തിൻ്റെ സ്ഥിതി ഒരുപാട് വെള്ളത്തിൽ മുങ്ങിയ ദിവസമായിരുന്നെങ്കിൽ ഇന്നത്തെ വാർത്താ പകലിൽ തെക്കൻ കേരളവും മഴക്കെടുതിയിൽ വലഞ്ഞു. പലയിടത്തും പ്രളയസമാന സാഹചര്യമാണ് അനുഭവപ്പെട്ടത്. അതിരൂക്ഷമായ മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ ഇന്ന് 3 പേർ മരിച്ചു. കോട്ടയം ഭരണങ്ങാനം ഇടമറുകിൽ ഉരുൾപൊട്ടലിൽ 7 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വർക്കല ക്ലിഫിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു തകർന്നു. മലയോരങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. മഴക്കെടുതി തടയാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും എന്നത് റവന്യൂ മന്ത്രി പറഞ്ഞു. ഇതൊക്കെ പ്രായോഗികമാകുന്നു എന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ ചോദിക്കുന്നത്. അതേസമയം മഴക്കാലത്തിന് മുന്നോടിയായി ചെയ്യേണ്ടത് ഒന്നും ചെയ്തില്ല എന്നാണ് കേരളത്തിൽ നിന്ന് പരക്കെ കേട്ട ആക്ഷേപം. ഇതിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് തടിയൂരാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നു. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തെക്കൻ കേരളത്തിൽ വീണ്ടും മഴ ശക്തമായിരിക്കുകയാണ്. മഴ ഇങ്ങനെ കനക്കുമ്പോൾ മലയോര തീരദേശ നിവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പെയ്ത മഴയുണ്ടാക്കിയത് വ്യാപക നാശനഷ്ടം. ഒരാൾ മരിക്കുകയും ചെയ്തു. ആശങ്കപ്പെടേണ്ട എന്ന് സർക്കാർ പറയുമ്പോഴും തുടരെ ഉണ്ടാകുന്ന മഴക്കെടുതികൾ ഭയപ്പെടുത്തുന്നുണ്ട്. പുലർച്ചെ മുതൽ തെക്കൻ കേരളത്തിൽ പരക്കെ ശക്തമായ മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളത്തിനടിയിലായി. മീനച്ചിലാർ ഉൾപ്പെടെ നദികൾ പലതും കരകവിഞ്ഞു. ശക്തമായ മഴയിൽ വീടിനു മുന്നിലെ തെങ്ങ് കടപുഴകി വീണാണ് കായംകുളം കൊയ്പ്പള്ളി സ്വദേശി അരവിന്ദ് മരിച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 95-കാരി ഉൾപ്പെടെ 5 പേരാണ് വീട്ടിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇവരെ രക്ഷിച്ചു. കള്ളിക്കാട് മലവെള്ളപ്പാച്ചിലിൽ 2 വീടുകളിൽ വെള്ളം കയറി. അരുവിക്കര മൈലത്ത് വീട്ടിൽ വെള്ളം കയറി കിടപ്പുരോഗിയായ വൃദ്ധയുൾപ്പെടെ ദുരിതത്തിലായി. കോൺട്രാക്ട് വർക്ക് എടുത്ത പാർട്ടി നമ്മളെ റോഡിലെ ഓടയൊക്കെ അടച്ച് കലങ്ങിടാന്ന് പറഞ്ഞ് കലങ്ങിട്ടില്ല. കലങ്ങില്ലാതെ റോഡ് പൊക്കി. അങ്ങനെ വെള്ളം എന്റെ കാമ്പൗണ്ടിലാണ് വെളിയിലോട്ട് പോകാനുള്ള പുറത്തോട്ട് പോകാനുള്ള സ്ഥലമില്ല വെള്ളം. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 11.19 ലക്ഷത്തിന്റെ കൃഷിനാശമാണുണ്ടായത്. ജില്ലയിലാകെ 5 വീടുകൾ ഭാഗികമായി തകർന്നു. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 31 പേരാണ് വിവിധ ക്യാമ്പുകളിൽ ഉള്ളത്. മലയോര മേഖലയിൽ മഴ ശക്തമായതോടെ പൊന്മുടിയിൽ വീണ്ടും യാത്രാ നിരോധനം ഏർപ്പെടുത്തി. കനത്ത മഴയിൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മതിൽ തകർന്ന് ആറ്റിൽ വീണു. അരുവിക്കര സർക്കാർ ആശുപത്രിയുടെയും ചിറയൻകീഴ് പാലവിള സർക്കാർ സ്കൂളിന്റെയും മതിലിടിഞ്ഞു. വർക്കല പാപനാശത്ത് ബലിമണ്ഡപത്തിന് പിന്നിലെ കുന്നിടിഞ്ഞു. കോട്ടയം ഭരണങ്ങാനത്ത് ഉരുൾപൊട്ടി വ്യാപക നാശനഷ്ടമുണ്ടായി. ആളപായമില്ലെന്ന് ആശ്വസിക്കാമെങ്കിലും 7 വീടുകൾക്ക് കേടുപാടുണ്ടായി. ജില്ലയിൽ മഴ ശക്തമാകുന്നതിനാൽ ഇലവീഴ പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം ജില്ലാ കളക്ടർ നിരോധിച്ചു. ഈരാറ്റുപേട്ടയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലും കാറ്റിലും വീടിന്റെ മേൽക്കൂര തകർന്നു. നട്ടാശ്ശേരി സ്വദേശി രാധാകൃഷ്ണൻ നായരുടെ വീടാണ് തകർന്നത്. കൊല്ലം ശാസ്താംകോട്ട ചവറ സംസ്ഥാന പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതയിൽ കുണ്ടറ ചീരാങ്കാവിന് സമീപം മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. MC റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. മധ്യ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്നത്തെ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ നല്ലതുപോലെ പെയ്തെങ്കിലും കൂടുതൽ അളവിൽ മഴ പെയ്തിട്ടുള്ളത് എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് മധ്യ കേരളത്തിലാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ കാലാവസ്ഥ മോശമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മഴ കനക്കുമെന്നതിൽ തർക്കമില്ല. ഇപ്പോഴുണ്ടായ നാശനഷ്ടങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. കാലവർഷത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.